ഭഗവാന്റെ ഹൃദയത്തിലാ. ആ ലക്ഷ്മി എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ദുർഗയായി നമ്മുടെ കൂടെ വരണം. അമ്മ തന്നെ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്ത് തരണം എന്ന് പ്രാർത്ഥിക്കുക. അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ സമ്പത്തുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. 3 സാകളും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. എന്താ ഈ 3 സാകള്? സന്തോഷം വേണം, സമാധാനം വേണം, സമ്പത്ത് വേണം. കാരണം സമ്പത്തൊക്കെ തിരിച്ചെടുക്കൂന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ആ സമ്പത്ത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അഷ്ടിക്ക് വകയില്ലാതെ ആവില്ലേ? നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല, പ്രാരാബ്ധാവും. അതുകൊണ്ട് ഈ ഒച്ചയും വിളിയും കൂടുന്ന വീടുകളില്ലേ, സന്ധ്യാകുമ്പോൾ വിളക്കൊക്കെ വെക്കുമ്പോൾ ചിലവർ കണ്ടല്ലേ കാറി പൊളിക്കിന് കടന്നിട്ട് ആ ക്രോധം കണ്ട ലക്ഷ്മി ഇറങ്ങി ഓടിപ്പോത്രേ. സന്ധ്യാകുമ്പോൾ ആരാ ആദ്യം വരിക? ചേട്ടാ ഭഗവതി അത്ര കയറി വരിക. ഇനിയിപ്പോൾ നമ്മൾ പൊട്ടിയൊക്കെ കളയില്ലേ, ആ ചേട്ട വന്ന സന്തോഷം അത്ര ഒച്ചയും വിളിയും തമ്മു തിരക്കൂടലും കേട്ടാൽ അവിടെ കയറി കൂടും. അവിടെ ലക്ഷ്മി ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല അത്രേ. നേരെ മറിച്ച് ആ സമാധാനപരമായിട്ട് നാമജപത്തോട് കൂടിയിട്ട് വിളക്ക് വയ്ക്കുകയാണ്, എല്ലാവരും നിശബ്ദമായിരിക്കുക വെച്ചാൽ ചേട്ടയ്ക്ക് അത് ഇഷ്ടമല്ല, ഇറങ്ങിപ്പോവും. ആര് വരും? ലക്ഷ്മി ഭഗവതി കയറി വരും. ആ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, സമ്പത്ത് വേണ്ട എന്ന് പറയണ്ട, ഈ സമ്പത്ത് മാത്രമല്ല അമ്മയെ തന്നെ വേണം. അമ്മ കൂടെ വന്നാൽ അമ്മയുടെ ഒപ്പം സമ്പത്ത് വരും. പിന്നെ എന്ത് വരും? സമ്പത്ത് ഉണ്ടെങ്കിൽ എന്തായി? നമുക്ക് സന്തോഷമായില്ലേ? ഫിനാൻഷ്യലി നമ്മൾ സെറ്റാണോ? അത് നമ്മുടെ മൈൻഡ് സൗണ്ട് ആയിരിക്കും. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടോ? കുട്ടിക്ക് ഫീസ് അടയ്ക്കാറായി, അക്കൗണ്ടിൽ പൈസ ഇല്ല, 1,20,000 1,20,000 അടയ്ക്കണം. എന്താ ചെയ്യുക? കുട്ടിയുടെ വിളി വന്നുകൊണ്ടിരിക്കുന്നു, മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, ടീച്ചർമാർ വിളിക്കുന്നു, സമാധാനം പോയോ? അതുകൊണ്ട് സമ്പത്ത് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? തനിക്ക് സന്തോഷം ഉണ്ടാവൂ. സന്തോഷം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? സമാധാനം ഉണ്ടാവൂ. അതുകൊണ്ട് അമ്മയെ തന്നെ വേണമെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അമ്മ വരണം കൂടെ. നമ്മളുടെയൊക്കെ നോട്ടം എവിടെ? ആ ഒരു കയ്യില്ലേ അങ്ങനെ വരണൂലേ, ഒഴുകിയും കൊണ്ടിരിക്കും. ആ ധനം മാത്രം മതി, ആ കൈ ഇങ്ങോട്ട് തന്നോളൂ, അമ്മ അവിടെ തന്നെ ഇരുന്നാൽ മതി, പോരണ്ട. ഇതാണ് അവസ്ഥ. എന്താ ഇതിനർത്ഥം? നമ്മൾ ശ്രീ ദുർഗയെ എവിടെയാ പ്രതിഷ്ഠിക്കേണ്ടത്? ആ ശ്രീലകത്തിനുള്ളിലാണോ? കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ വയ്യാതെയാവും ഇല്ലേ? അപ്പോഴേക്കും എന്ത് നേടണം? അമ്മയെ ഹൃദയത്തിലേറ്റാൻ നമ്മൾ തയ്യാറാവണം.